നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. PV അൻവറിനെ UDF-ൽ പ്രവേശിപ്പിക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് അന്തിമ തീരുമാനം കൈക്കൊള്ളും. കേരളത്തിൽ അൻവറിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകില്ല എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ അസന്നിഗ്ധമായി വ്യക്തമാക്കിയതിനെ തുടർന്നാണ് അൻവർ നേരത്തെ തന്നെ ഹൈക്കമാൻഡിനെ സമീപിക്കാൻ തീരുമാനിച്ചത്. ഇനിയിപ്പോൾ അൻവറിനെ തള്ളണമോ കൊള്ളണമോ എന്നുള്ള കാര്യം ഹൈക്കമാൻഡ് തന്നെ തീരുമാനിക്കട്ടെ എന്ന നിലപാടിലാണ് കേരളത്തിൽ അൻവറിനെ അനുകൂലിക്കുന്ന കോൺഗ്രസ് നേതാക്കൾ. VD സതീശൻ ഒരു കാരണവശാലും അൻവറിനെ UDF-ൽ പ്രവേശിപ്പിക്കില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത് കൊണ്ട് ഈ വിഷയം ഹൈക്കമാൻഡിന്റെ മുമ്പിലേക്ക് എത്തിക്കാനാണ് ഇപ്പോൾ സതീശൻ വിരുദ്ധ കോൺഗ്രസ് നേതാക്കളുടെ തീരുമാനം. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും തീരുമാനിക്കട്ടെ എന്നുള്ള നിലയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. പ്രിയങ്ക വയനാട്ടിൽ നിന്നുള്ള MP ആണ് എന്നുള്ളത് കൊണ്ട്, നിലമ്പൂർ മണ്ഡലം വയനാട് ലോക്സഭാ മണ്ഡലത്തിൻ്റെ കീഴിലാണ് എന്നുള്ളത് കൊണ്ട് പ്രിയങ്ക ഗാന്ധിക്ക് ഇക്കാര്യത്തിൽ ഒരു നിലപാടുണ്ടാവും, അവർക്ക് ഇക്കാര്യത്തിൽ പറയാൻ കാര്യങ്ങളുണ്ടാവും. അതുകൊണ്ട് തന്നെ പ്രിയങ്ക ഉൾപ്പെടുന്ന കോൺഗ്രസ് ഹൈക്കമാൻഡ് ഈ കാര്യത്തിൽ അവസാന തീരുമാനമെടുക്കട്ടെ എന്നും അത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് മതിയെന്നും അപ്പോഴേക്കും ഈ പ്രശ്നങ്ങളെല്ലാം ആറിത്തണക്കുമെന്നുമാണ് സതീശൻ വിരുദ്ധ അൻവർ അനുകൂലി കോൺഗ്രസ്സുകാർ അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, മുസ്ലിം ലീഗിൻ്റെയും സതീശൻ വിരുദ്ധ കോൺഗ്രസ് നേതാക്കളുടെയും പിന്തുണയോടുകൂടി ഹൈക്കമാൻഡിനെ സമീപിക്കാൻ ഒരുങ്ങുന്ന അൻവറിന് അത്ര അനുകൂലമായ ഒരു നിലപാടല്ല ഡൽഹിയിൽ നിന്ന് ഉണ്ടാകുന്നതെന്നുള്ള സൂചനയുമുണ്ട്. അൻവറിനെ തൽക്കാലം ഇതിലേക്ക് വലിച്ചു കയറ്റി കോൺഗ്രസിനും UDF-നും സംസ്ഥാനത്ത് ഇപ്പോഴുള്ള അനുകൂലാന്തരീക്ഷം നശിപ്പിക്കേണ്ട എന്നുള്ള ഒരു നിലപാടാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിനും ഉള്ളതത്രേ. അതുകൊണ്ട് തന്നെ തൽക്കാലത്തേക്ക് അൻവറിനെ ഒരു കാര്യത്തിലേക്കും അടുപ്പിക്കേണ്ടെന്ന VD സതീശൻ്റെ നിലപാടിന് കോൺഗ്രസ് ഹൈക്കമാൻഡ് പിന്തുണ നൽകുകയാണെന്നുള്ള സൂചനയും ഉണ്ട്. അതേസമയം KC വേണുഗോപാൽ ഇക്കാര്യത്തിൽ ഇപ്പോൾ ഇടപെടാൻ മടിക്കുകയാണ്. നേരത്തെ അൻവറിനെ UDF-ലേക്ക് കൊണ്ടുവരുന്ന കാര്യത്തിൽ താൻ ഇടപെടുമെന്ന നിലപാട് KC വേണുഗോപാൽ കൈക്കൊണ്ടെങ്കിലും VD സതീശൻ്റെ കടുത്ത എതിർപ്പിനെ തുടർന്ന് അദ്ദേഹം പിന്നോക്കം പോവുകയായിരുന്നു. അൻവറിൻ്റെ പിന്തുണ ഇല്ലാതെ തന്നെ നിലമ്പൂരിൽ UDF-ഉം കോൺഗ്രസും വൻ വിജയം കരസ്ഥമാക്കിയത് സതീശൻ്റെ നില UDF-ൽ കൂടുതൽ ഭദ്രമാക്കിയിരുന്നു. അതോടുകൂടിയാണ് ഇനി അൻവർ വേണ്ട എന്നുള്ള നിലപാടിലേക്ക് സതീശൻ എത്തിച്ചേർന്നതും. എന്നാൽ കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ മുന്നിലേക്ക് ഈ വിഷയം എത്തിക്കാനുള്ള സതീശൻ വിരുദ്ധ കോൺഗ്രസ് നേതാക്കളുടെ ശ്രമം അത്ര എളുപ്പത്തിൽ നടക്കുന്ന കാര്യമല്ലെന്നുള്ള സൂചനയാണ് ഡൽഹിയിൽ നിന്നും ലഭിക്കുന്നത്. KC വേണുഗോപാൽ ഇടപെടാത്ത കാലത്തോളം ഈ വിഷയം ഹൈക്കമാൻഡിൻ്റെ മുന്നിലെത്തിയാലും അൻവറിന് അനുകൂലമായൊരു തീരുമാനമുണ്ടാകില്ല. അതുകൊണ്ട് തന്നെ പാണക്കാട് സാദിഖ് അലി തങ്ങളെപ്പോലുള്ള മുതിർന്ന ലീഗ് നേതാക്കളെ ഇടപെടിച്ചുകൊണ്ട് ഇപ്പോൾ ഹൈക്കമാൻഡിൻ്റെ മനം മാറ്റം നടത്താനാണ് അൻവർ ലക്ഷ്യമിടുന്നതെന്ന് അറിയുന്നു. സാദിഖ് അലി ശിഹാബ് തങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഹൈക്കമാൻഡിനോട് വിലപേശാനുള്ള അൻവറിൻ്റെ ശ്രമത്തിൽ മുസ്ലിം ലീഗിനും വലിയ അസംതൃപ്തിയുണ്ട്. ഏതായാലും എന്തു വന്നാലും UDF-ൽ കയറിയേ അടങ്ങൂ എന്നുള്ള തീരുമാനത്തിലാണ് PV അൻവർ. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ UDF-ൽ താൻ എത്തിച്ചേരുമെന്ന് തൻ്റെ അടുത്ത ആളുകളോടെല്ലാം PV അൻവർ പറഞ്ഞു കഴിഞ്ഞു. മുസ്ലിം ലീഗ് നേതൃത്വം തന്നെ സഹായിക്കുമെന്നും ലീഗ് നേതൃത്വം ഇടപെട്ട് കോൺഗ്രസ് ഹൈക്കമാൻഡുമായും രാഹുൽ ഗാന്ധിയുമായും ചർച്ച നടത്തി തന്നെ UDF-ൽ എത്തിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോഴും അൻവർ മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഹൈക്കമാൻഡ് അക്കാര്യത്തിൽ വലിയ താല്പര്യം ഇതുവരെ കാണിച്ചിട്ടുമില്ല.